നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ചതും സാധാരണക്കാരന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാഴ്ചപ്പാട് നൽകിയതും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പൂത്തലത്ത് ദിനേശൻ. CPM ചാവക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. കുന്നംകുളം ഏരിയ സമ്മേളനം തിങ്കളാഴ്ച കേച്ചേരിയിൽ തുടങ്ങും. സഭാ തർക്കം നിലനിൽക്കുന്ന ചാലുശ്ശേരിയിൽ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ യാക്കോബായ വിശ്വാസികൾക്ക് അവസരം നിഷേധിച്ചുവെന്ന് പരാതി. പള്ളിയുടെ പ്രധാന ഗേറ്റ് പൂട്ടിയിട്ടുവെന്ന് യാക്കോബായ വിഭാഗം. മാതൃദേവാലയത്തിന് മുൻപിൽ വിശ്വാസികളുടെ പ്രതിഷേധം. പുന്നിയൂർക്കുളം മുപ്പുങ്ങലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 3 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് പെരുമ്പടപ്പ് സ്വദേശി മരക്കാരകത്ത് 42 വയസ്സുള്ള മുഹമ്മദ് റാഫി. ക്രൈസ്തവ പാരമ്പര്യമുള്ള കുന്നംകുളത്ത് ബൈബിൾ നാടകത്തിന് അരങ്ങൊരുങ്ങുന്നു. ബൈബിളിലെ മോശയുടെ കഥ പറയുന്ന മോസസ് എന്ന നാടകത്തിന് ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങൊരുങ്ങുക. വാർത്തകൾ വിശദമായി. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധിക്കെതിരെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഉത്സവ രക്ഷാ സംഗമം സംഘടിപ്പിച്ചു. ആചാരാനുഷ്ഠാനങ്ങളുടെയും മതവിശ്വാസത്തിന്റെയും ഭാഗമായി പരമ്പരാഗതമായി ആഘോഷിച്ചുവരുന്ന കേരളത്തിലെ ഉത്സവം, പൂരം, പെരുന്നാൾ, നേർച്ച ആഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉത്സവരക്ഷാ സംഗമം സംഘടിപ്പിച്ചത്. തെക്കേ ഗോപുരനടയിൽ നടന്ന സംഗമം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്നതിന് തടസ്സം നിൽക്കുന്ന ഹൈക്കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണം. പൂരം സംഘാടകരെ കേൾക്കാൻ കോടതി തയ്യാറാകാതിരുന്നത് ഉചിതമായില്ല. നാട്ടാന പരിപാലന ചട്ടത്തിലെ പഴുതുകൾ ഇല്ലാതാക്കുന്നതിന് നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കണമെന്നും പ്രതിപക്ഷം ബില്ലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചു നിന്ന് ഇതിനെതിരായി നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണം. കേരള ജനത വിചാരിച്ചാൽ ആർക്കും ഒരു പൂരവും ഉത്സവവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ഹൈക്കോടതിയുടെ ആനെഴുന്നള്ളിപ്പ് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളും വെടിക്കെട്ട് നടത്തിപ്പ് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിജ്ഞാപനവുമാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ മറികടക്കാൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണവും വെടിക്കെട്ടിലെ അപ്രായോഗികതയിൽ കേന്ദ്ര സർക്കാരും മാറ്റം വരുത്തണമെന്ന് മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറും ആവശ്യപ്പെട്ടു. CPIM നേതാവും മുൻ MPയുമായ ഡോക്ടർ PK ബിജു, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, കോൺഗ്രസ് നേതാക്കളായ TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, മേളപ്രമാണികളായ പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. കുമാരൻ, ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര തുടങ്ങിയവർ സംസാരിച്ചു. ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും അപകടരഹിതമായ നിയമങ്ങൾ നിലനിൽക്കെ അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഇവ ഇല്ലാതാക്കാനുള്ള ശ്രമം ഏതുവിധേനയും ചെറുക്കണമെന്ന് സംഗമം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, കേച്ചേരി. പോർക്കുളം പഞ്ചായത്തിലെ വേദക്കാട്, കുതിരപ്പാടം പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിന് ഒരുക്കങ്ങളായി. 160 ഏക്കർ പാടശേഖരത്ത് ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. ഡിസംബർ 20 മുതൽ കൊയ്ത്തു തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. പരീക്ഷണാടിസ്ഥാനത്തിൽ 2.5 ഏക്കർ പാടത്ത് നടത്തിയ ചേറ്റുവിതയുടെ കൊയ്ത്ത് പൂർത്തിയായി. മഴ മൂലം ചേറ്റുവിത നഷ്ടത്തിലായതായി കർഷകർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസിൽ കർഷകർ അപേക്ഷ നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തിയതായി കർഷകർ പറഞ്ഞു. പുന്നിയൂർക്കുളം മുപ്പുങ്ങലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 3 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പെരുമ്പടപ്പ് സ്വദേശി മരക്കാരകത്ത് 42 വയസ്സുള്ള മുഹമ്മദ് റാഫിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 3 പൊതികളിൽ നിന്നായി ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3 കിലോ 100 ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി. ഉപ്പുങ്ങൽ KSEB സബ്സ്റ്റേഷന് സമീപത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രതിയും 2ാം ഭാര്യയും 2 ആൺകുട്ടികളുമാണ് വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. 8 മാസങ്ങളായി ഇവർ ഇവിടെ വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട്. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വീടുടമ ഈ മാസം വീടുകാലിയാക്കാൻ നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. ഇതിനിടെയാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെയും ഗുരുവായൂർ ACPയുടെയും നിർദ്ദേശപ്രകാരം ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും വടക്കേകാട് SHOയും പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മേഖലയിൽ കഞ്ചാവ് വിൽപ്പന സജീവമാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങളിലായി പോലീസ് പ്രദേശത്ത് നിരീക്ഷണം നടത്തിവരികയും ഇയാൾ പോലീസ് നിരീക്ഷണത്തിലുമായിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം.
കുന്നംകുളം ചെമ്മണ്ണൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട 1 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ ചൊവ്വലൂർ സ്വദേശിയും നിലവിൽ കുന്നംകുളം ചെമ്മണ്ണൂരിലെ വാടക വീട്ടിൽ താമസക്കാരനുമായ 24 വയസ്സുള്ള അൻസാറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പരിശോധനയിൽ ഇയാളിൽ നിന്ന് 1 കിലോ 100 ഗ്രാം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുനിൽ കുമാർ, ശിവശങ്കരൻ, സുനിൽ ദാസ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആനന്ദ്, ഗണേശൻ പിള്ള, സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്കൂട്ടർ ഇടിച്ച് വഴിയാത്രക്കാരന് പരിക്കേറ്റു. പെരുമ്പിലാവ് ആൽത്തറ തേരാമംഗലത്ത് 80 വയസ്സുള്ള മുഹമ്മദിനാണ് പരിക്ക്. വെള്ളറക്കാട് കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. പള്ളിയിൽ നടക്കുന്ന മദ്രസ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു പരിക്കേറ്റ ഇദ്ദേഹത്തെ വെള്ളറക്കാട് SKSSF സഹചാരി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കുന്നംകുളം ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച കേച്ചേരിയിൽ തുടക്കമാകും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനവും ബുധനാഴ്ച പൊതുസമ്മേളനവും നടക്കും. പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി കുന്നംകുളം ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ഏരിയ സമ്മേളനം ചേരുന്നത്. ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി നേതാവുമായിരുന്ന PN സുഖദേവന്റെ നാമധേയത്തിൽ കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കുന്ന നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികളും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളുമാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചർച്ചകൾക്ക് ശേഷം 21-അംഗ ഏരിയ കമ്മിറ്റിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് പ്രതിനിധി സമ്മേളനം പൂർത്തീകരിക്കും. ബുധനാഴ്ച വൈകിട്ട് 5-ന് കേച്ചേരി ലാവിഷ് ഗ്രൌണ്ടിൽ സജ്ജമാക്കുന്ന സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നിർവഹിക്കും. 1000 റെഡ് വളണ്ടിയർമാരുടെ പരേഡും ചൂണ്ടൽ കേച്ചേരി ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള ബഹുജനങ്ങൾ അണിനിരക്കുന്ന പ്രകടനവും പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ MLA, NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV അബ്ദുൽ ഖാദർ, മുരളി പെരുന്നെല്ലി MLA, KK രാമചന്ദ്രൻ MLA, TK വാസു എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. CCTV ന്യൂസ്, കേച്ചേരി. പെരുമ്പടപ്പ് ചെറവല്ലൂർ തെക്കേക്കെട്ട് പാടശേഖരത്തിന്റെ തകർന്ന ബണ്ട് ഉടൻ പുനർനിർമ്മിക്കാനും കൃഷിയിറക്കാനുള്ള സൗകര്യം ഒരുക്കുവാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് P. നന്ദകുമാർ MLA പറഞ്ഞു. കർഷകർക്ക് അർഹമായ ആനുകൂല്യം നൽകുവാനും കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും തകർന്ന ബണ്ട് സന്ദർശിച്ച ശേഷം MLA വ്യക്തമാക്കി. ബണ്ടിൽ അപകട സാധ്യതകളുള്ള പ്രദേശങ്ങളിൽ തെങ്ങിൻ കുറ്റിയടിച്ച് ബലപ്പെടുത്തണമെന്നും കാടുമൂടിയ 100 അടിത്തോട്ടിലെ വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുന്നതിന് പരിഹാരമുണ്ടാക്കണമെന്നും വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ MLAയോട് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ടാണ് ബണ്ട് തകർന്ന് കൃഷി നശിച്ചത്. പരൂർ, അധികാരിക്കെട്ട്, പുറംകോൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിത്ത് മുളച്ച ഞാറുകളും നശിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ചതും സാധാരണക്കാരന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാഴ്ചപ്പാട് സമ്മാനിച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പൂത്തലത്ത് ദിനേശൻ പറഞ്ഞു. CPM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ജനാധിപത്യം ഉൾക്കൊണ്ട് ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇടതെന്നും ഇടതുപക്ഷമില്ലെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭവും തൊഴിലാളി മേഖലയിൽ പോരാട്ടവും ഉണ്ടായിരിക്കില്ല. ഇടതുപക്ഷത്തിന്റെ നിലപാടുകളാണ് മതനിരപേക്ഷ മുദ്രാവാക്യം ഉണ്ടാക്കി നൽകിയതെന്നും BJPക്ക് മതരാഷ്ട്രവാദമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ജനകീയമായ പോരാട്ടമില്ല, ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷത എന്ന മുദ്രാവാക്യമില്ല. അപ്പൊ എന്ത് വേണം? അപ്പൊ ഇടതുപക്ഷത്തിന് തകർക്കണം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയം നടക്കുന്ന ഘട്ടത്തിൽ RSSന്റെ സർസംഘചാലക പ്രഖ്യാപിച്ചതെന്താ? അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ള വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്, ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്ന മുദ്രാവാക്യമാണ്. കാരണം ഇടതുപക്ഷം ശനിയാഴ്ച വൈകിട്ട് മന്നലാങ്കുന്ന് കിണർ പരിസരത്ത് നിന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ റെഡ് വളണ്ടിയർ മാർച്ചും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി 100 കണക്കിന് ആളുകൾ അണിനിരന്ന പൊതുപ്രകടനവും അണ്ടത്തോട് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C. സുമേഷ്, M. കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AD ദനീബ്, MK ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, ബിജിത, CITU ഏരിയ സെക്രട്ടറി AS മനോജ്,
ഷൈനി ഷാജി തുടങ്ങിയവരുമുണ്ടായിരുന്നു. CCTV ന്യൂസ് പൊന്നിയർകുളം. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് 14-ാം വാർഡ് മൂസാപ്പള്ളി റോഡിന്റെ ഉദ്ഘാടനം MLA NK അക്ബർ നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോൺക്രീറ്റ് റോഡും കാനയും നിർമ്മിച്ചത്. മഴക്കാലമായാൽ ചെളിയും വെള്ളവും മൂലം സഞ്ചരിക്കാൻ കഴിയാത്ത വിധം മൂസാപ്പള്ളി റോഡ് മാറിയിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർ റാഹില വഹാബ് നൽകിയ നിവേദനത്തെ തുടർന്ന് MLA 50 ലക്ഷം രൂപ അനുവദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിസറിയ മുസ്താഖ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ റാഹില വഹാബ് സ്വാഗതവും സബ് ഡിവിഷണൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ NP ഷിദി നന്ദിയും പറഞ്ഞു. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ഓട്ടുപാറ വാഴാനി റോഡ് ജംഗ്ഷനിൽ A പത്മനാഭൻ നഗറിൽ സമാപിച്ചു. ബാൻഡ് വാദ്യമേളത്തിന്റെയും മുദ്രാവാക്യവിളികളുടെയും അകമ്പടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടുള്ള പരിശോധനയുണ്ടാവും. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഇഴകീറി വിശകലനം ചെയ്യുന്ന ചർച്ചകളുണ്ടാവും. അതോടൊപ്പം കോൺഗ്രസിനും BJPക്കും ഒന്നും കഴിയാത്ത രീതിയിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പും ഈ പാർട്ടി നടത്തും. ഇവിടെ 21-അംഗ ഏരിയ കമ്മിറ്റിയെയും അതിന്റെ സെക്രട്ടറിയെയും ഈ നിശ്ചിതമായ പരിശോധനയുടെ കൂടി ഭാഗമായിട്ടാണ് ഇന്നലെ തെരഞ്ഞെടുത്തത്. അത് ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ത്യക്ക് മാതൃകയാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. സംഘാടക സമിതി ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യർ ചിറ്റലപ്പള്ളി MLA, KV നഫീസ, TK വാസു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഏരിയ സെക്രട്ടറിയായി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായി TV സുനിൽകുമാർ, P മോഹൻദാസ്, S ബസന്തലാൽ, KM അഷ്റഫ്, KG ഗോപിനാഥൻ, MS സിദ്ധൻ, PS പ്രസാദ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് എരുമപ്പെട്ടി. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാർഷിക രംഗത്തെ നൂതന മാർഗ്ഗങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ KJ ഉനിൽ വിഷയാവതരണം നിർവഹിച്ചു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് GO ഫോക്സ്, CF രാജൻ, തുളസി രാമചന്ദ്രൻ, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം, TS സനു എന്നിവർ സംസാരിച്ചു. സെമിനാറിൽ പങ്കെടുത്തവർക്ക് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ആയുർജാക് പ്ലാവിൻ തൈകളുടെ വിതരണം ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. ഡിസംബർ 20 മുതൽ 23 വരെ പാവർട്ടിയിലാണ് മണലൂർ ഏരിയ സമ്മേളനം നടക്കുക. ധീരവിപ്ലവകാരിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രവുമായ രക്തസാക്ഷി ഭഗത് സിംഗിനെ കുറിച്ച് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ C ദാവൂദ് തെറ്റിദ്ധാരണജനകമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് DYFI ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPM ചാവക്കാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, KS വിഷ്ണു എന്നിവർ സംസാരിച്ചു. സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ യാക്കോബായ വിശ്വാസികൾക്ക് അവസരം നിഷേധിച്ചുവെന്ന് പരാതി. പള്ളിയുടെ പ്രധാന ഗേറ്റ് പൂട്ടിയിട്ടു എന്നാണ് ആരോപണം. ഇതോടെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഞായറാഴ്ച കുർബാനയ്ക്കു ശേഷം യാക്കോബായ വിശ്വാസികൾ അടക്കം ചെയ്ത ബന്ധുക്കളുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കുവാൻ മാതൃപള്ളിയുടെ സെമിത്തേരിയിലേക്ക് എത്തിയപ്പോഴാണ് മറുവിഭാഗം പ്രധാന ഗേറ്റ് പള്ളിക്കുള്ളിൽ നിന്ന് പൂട്ടിയതായി ആരോപണമുയർന്നത്. ഇതിനെ തുടർന്ന് വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU സലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവകാംഗങ്ങളായ വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്നവർ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഡിസംബർ 3 സുപ്രീം കോടതി സെമിത്തേരികൾ പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ വികാരി 2020 സർക്കാരിന്റെ സെമിത്തേരി ബില്ലിലെ പ്രവേശന അനുമതിയെക്കുറിച്ചും വിശദീകരിച്ചു. കഴിഞ്ഞയാഴ്ച പുലർച്ചെ കുരിശടികൾ പിടിച്ചെടുത്ത് സീൽ ചെയ്ത നടപടികൾക്കെതിരെയും വിശ്വാസികൾ പ്രതിഷേധം നടത്തി. നമ്മുടെ ആരുമില്ലാതിരുന്ന സമയത്ത് ശ്രേഷ്ഠ ബാബ തിരുമനസിന്റെ 40-ാം അടിയന്തരത്തിൽ നമ്മൾ പോയതായ വേളയിൽ രാത്രിയുടെ മറവിൽ വന്ന് നമ്മുടെ 3 കുരിശുതൊട്ടികളും പാരീഷുകളും സീൽ വെച്ചതിൽ യാക്കോബായ സഭയുടെ ചാലിശ്ശേരി പള്ളിക്കുള്ള അഗാധമായ ദുഃഖവും അതുപോലെ നമ്മുടെ പ്രതിഷേധവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അത് ഞങ്ങളുടെ മാത്രം സ്വന്തമാണ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നതാണ്.
അതും ഞങ്ങൾ ഇന്ന് അടർത്തി മാറ്റി അതിൻ്റെ പ്രതിഷേധവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. സെമിത്തേരിയിൽ പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തുവാനുള്ള അവകാശ നിഷേധത്തിനെതിരെ സമരം ശക്തമാക്കുകയാണെന്ന് യാക്കോബായ വിശ്വാസികൾ അറിയിച്ചു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. 2020 ഓഗസ്റ്റ് 20-നാണ് ദേവാലയം ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിച്ചത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ജില്ലാ ഗ്യാസ് ഏജൻസീസ് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചോട്ടു ഗ്യാസിന്റെ വിതരണ ഉദ്ഘാടനവും ചാവക്കാട് നടന്നു. നഗരസഭാ കെട്ടിടത്തിലേക്ക് മാറ്റിയ പുതിയ ഓഫീസ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം പ്രസിഡന്റ് VR മുരളി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് KM അലി, TS ദാസൻ, ബോർഡ് വൈസ് പ്രസിഡന്റ് TR ഉദയൻ, ബോർഡ് അംഗങ്ങളായ CR സിബി, NK ഷാജു, സിനി ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ സംഘം ആയി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അത് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ പഴയ കെട്ടിടത്തിൽ അതിൻ്റെ ഓഫീസ് നിർവഹണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻ MLA KO അബ്ദുൽ ഖാദറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വളരെ ചെറിയ റേറ്റിനാണ് അന്ന് കൗൺസിൽ അത് നമുക്ക് അനുവദിച്ച് കിട്ടിയത്. ഇപ്പോൾ സംഘം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെറിയ കമേഴ്ഷ്യൽ ഗ്യാസുകളും അതുമാതിരി തന്നെ അടുപ്പുകളും മറ്റു സംവിധാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ഷോപ്പ് ഒരു ചെറിയ വാടക റേറ്റിൽ നമുക്കിവിടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ കൊടിയേറ്റം നടന്നു. പള്ളിയിൽ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ കൊടിയേറ്റം നിർവഹിച്ചു. ഡിസംബർ 25-26 തീയതികളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ്, കൈസ്ഥാനി ഷെറിൻ പോൾ സി, സെക്രട്ടറി ലിജോ ജോസ് തോലത്ത് എന്നിവർ നേതൃത്വം നൽകും. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം ജനുവരി 10-11 തീയതികളിൽ കുന്നംകുളത്ത് നടത്തുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. മുൻ MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CV സ്വപ്ന അധ്യക്ഷത വഹിച്ചു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പ്രകൃതി സൗഹൃദമായി സമ്മേളനം നടത്തുവാൻ യോഗം തീരുമാനിച്ചു. CPI മണ്ഡലം സെക്രട്ടറി ഷാജൻ മാസ്റ്റർ, സൈമൺ മാസ്റ്റർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ഭരദ്രാജൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി CJ ജിജു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KT ഷാജൻ മാസ്റ്റർ ചെയർമാൻ, CI ജെയ്മോൻ കൺവീനർ, M എലിസബത്ത് ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 51 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ക്രൈസ്തവ പാരമ്പര്യമുള്ള കുന്നംകുളത്ത് ബൈബിൾ നാടകത്തിന് അരങ്ങൊരുങ്ങുന്നു. ബൈബിളിലെ മോശയുടെ കഥ പറയുന്ന മോസസ് എന്ന നാടകത്തിന് ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങൊരുങ്ങുക. 2025 ഫെബ്രുവരി മാസത്തിലാണ് നാടകത്തിന്റെ ആദ്യ അവതരണം നടക്കുക. 50-ലേറെ പേർ കഥാപാത്രങ്ങളായി രംഗത്തെത്തുന്ന നാടകത്തിൽ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരായ നടന്മാർക്കൊപ്പം സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരും കഥാപാത്രങ്ങളാകും. ആദ്യ സംവിധാന സംരംഭത്തിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായ ഫാദർ വർഗീസ് ലാലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. ഇറു എന്ന ചിത്രത്തിലൂടെ 2023-ലാണ് കോട്ടയം സ്വദേശിയായ ഫാദർ വർഗീസ് ലാൽ സംസ്ഥാന പുരസ്കാര നേട്ടത്തിന് അർഹനായത്. കോട്ടപ്പടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയായ ഫാദർ വർഗീസ് ലാൽ ബഹ്റിനിലെ ദേവാലയത്തിലെ വിശ്വാസികളുടെ ക്ഷണം അനുസരിച്ച് നാടകം ചെയ്യാൻ പോയതാണ് വഴിത്തിരിവായത്. നാട്ടിൽ നാടകത്തിന്റെ അവതരണം നടത്തണമെന്ന ആഗ്രഹവുമായി മടങ്ങിയെത്തിയ വർഗീസ് അച്ഛന് ബദനി സ്ഥാപനങ്ങളുടെ മാനേജരായ ഫാദർ ബെഞ്ചമിൻ OIC എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. നാടക അവതരണത്തിനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ ഞായറാഴ്ച അഭിനേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡിഷൻ ബദനി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രാദേശിക മാധ്യമരംഗത്തെ ജനപ്രിയ ചാനലായ CCTVയാണ് ചരിത്രം കുറിക്കാനായി ഒരുങ്ങുന്ന നാടകത്തിന്റെ മീഡിയ പാർട്ണർ. 50 അഭിനേതാക്കളെയും ഏകദേശം 50ഓളം അണിയറ പ്രവർത്തകരെയും അണിനിരത്തിയാണ് നാടകം രംഗത്തെത്തിക്കുന്നതെന്ന് ഫാദർ വർഗീസ് ലാൽ പറഞ്ഞു. ഏകദേശം 50ഓളം പേര് ഇതിന്റെ അഭിനയത്തിന് മാത്രം വേണം. പിന്നെ അണിയറയിലും 10-30 പേര് വേണം. ഏകദേശം ഒരു 100 പേരുടെ ബൃഹത്തായിട്ടുള്ള ഒരു നാടകമാണ്. സീരിയൽ സിനിമാ നടൻ ടോഷ് ക്രിസ്റ്റി മോശയായി രംഗത്തെത്തുന്ന നാടകത്തിൽ ചലച്ചിത്ര താരങ്ങളായ VK ശ്രീരാമൻ, ശിവജി ഗുരുവായൂർ എന്നിവരും വേഷമിടുന്നുണ്ടെന്നും വർഗീസ് അച്ഛൻ കൂട്ടിച്ചേർത്തു. അത് ഇതിനകത്ത് ഇപ്പം മോശയായിട്ട് അഭിനയിക്കുന്നത് ഈ ടോഷ് ക്രിസ്റ്റിയാണ്. അതുപോലെ തന്നെ ഫറവോനായിട്ട് അഭിനയിക്കുന്നത് ശിവജി ഗുരുവായൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട നടൻ ശ്രീരാമേട്ടൻ ഇതിനകത്തൊരു ഗസ്റ്റ് റോള് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യരെ അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നാടകം ആദ്യമായിട്ടായിരിക്കും. എല്ലാവരും പ്രൊഫഷണൽ നടന്മാരെ വെച്ചാണല്ലോ ചെയ്യുന്നത്.
പക്ഷേ ഇത് സാധാരണ ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യിച്ച് അവരെ ഈ വേഷത്തിലേക്ക് പ്രാപ്തരാക്കി കൊണ്ടുവരുന്നതാണ് നാടകത്തിൻ്റെ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി മികച്ച രംഗാവിഷ്കാരത്തിലൂടെ കുന്നംകുളത്തെ നാടകപ്രേമികൾക്ക് എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു കലാസൃഷ്ടി ഒരുക്കുന്നതിനുള്ള തീവ്ര യജ്ഞത്തിലാണ് വൈദികരായ വർഗീസ് ലാലിന്റെയും ബെഞ്ചമിൻ ഓയസിയുടെയും നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ. CCTV ന്യൂസ്, കുന്നംകുളം. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ കൊയ്ത്തുത്സവം ആഘോഷിച്ചു. രാവിലെ കുർബാനയ്ക്ക് ശേഷം ലേലം വിളി തുടങ്ങി. ആവേശമായ ലേലം വിളി ഇടവകാംഗങ്ങൾ പങ്കെടുത്തു. പള്ളി അങ്കണത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്, ഇടവകയിലെ വിവിധ വാർഡുകളുടെയും സംഘടനകളുടെയും സ്റ്റാളുകൾ, ഗെയിമുകൾ, പാചക മത്സരം എന്നിവ ഉണ്ടായി. വികാരി റവറൻ അനു ഉമ്മൻ, ട്രസ്റ്റി ഡെന്നി VK, സെക്രട്ടറി സാം മോൺസി, ജോയിന്റ് ട്രസ്റ്റി രാജു TG, കൺവീനർ ഷിബിൻ സണ്ണി, ജോയിന്റ് കൺവീനർ ലിംസൺ CT എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. മൂന്നാമത് GK പിള്ള ഫൗണ്ടേഷൻ പുരസ്കാരം ഷാജി പട്ടിക്കരയ്ക്ക്. 2024 മികച്ച സിനിമാ സംബന്ധമായ ലേഖനത്തിനുള്ള പുരസ്കാരമാണ് സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറും കഥാകൃത്തുമായ ഷാജി പട്ടിക്കരയ്ക്ക് ലഭിച്ചത്. സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തെക്കുറിച്ച് നാളത്തെ താരങ്ങൾ എന്ന ലേഖനമാണ് അവാർഡിന് അർഹമാക്കിയത്. ഡിസംബർ 24 വർക്കല മേവ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവാർഡ്ദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കേച്ചേരി പട്ടിക്കര സ്വദേശിയാണ് ഷാജി. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ കൊടിമരം സ്ഥാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP JB മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുടെ ഭാഗമായി ജില്ലയിൽ ആദ്യത്തെ കൊടിക്കാലാണ് പെരുമ്പിലാവിൽ നാട്ടിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും സംബന്ധിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കേരളോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസനുൽ ബന്ന, ജൂലറ്റ് വിനു, സുനിത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം VP ലീല എന്നിവർ സംസാരിച്ചു. കേരളോത്സവത്തിൽ OYC മണലി ഓവറോൾ കിരീടം സ്വന്തമാക്കി. വെള്ളർക്കാട് സെന്ററിൽ വഴിയാത്രക്കാർക്ക് ഭീഷണിയായി നീർക്കാക്കൽ വസിച്ചിരുന്ന ആൽമര കൊമ്പുകൾ മുറിച്ചുമാറ്റി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെള്ളറക്കാട് പള്ളിക്ക് സമീപമുള്ള ആൽമരത്തിലെ നീർക്കാക്കകൾ വർഷങ്ങളായി കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. നീർക്കാക്കകൾ കാഷ്ടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരിക്ക് പോകുന്ന കാൽനട യാത്രക്കാരും ബൈക്കിൽ യാത്ര ചെയ്യുന്നവരും റോഡിന് വലതുഭാഗത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നത് അപകടങ്ങൾക്കും കാരണമായിരുന്നു. കുന്നോളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന വെള്ളറക്കാട് പള്ളി സെന്ററിലെ ആൽമരം ജനങ്ങൾക്ക് നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നീർക്കാക്കകൾ ആശ്രയിച്ചതിന്റെ ഭാഗമായി അപകടങ്ങൾ സംഭവിക്കുന്ന രീതി ഉണ്ടാവുകയും ചെയ്തപ്പോൾ നിരന്തരമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെടുക്കുകയും മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഇന്ന് ആ പണി നടക്കുകയാണ്. നീർക്കാക്കകളുടെ പ്രജനന സമയം കഴിഞ്ഞ് ഒഴിഞ്ഞുപോയതിനു ശേഷം മാത്രമേ മുറിക്കാൻ സാധിക്കൂ എന്ന നിർദ്ദേശം നിലനിന്നിരുന്നതിനാലാണ് നീർക്കാക്കകൾ ഒഴിഞ്ഞുപോകുന്നതുവരെ കാത്തുനിൽക്കേണ്ടി വന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായ ട്രീ കമ്മിറ്റി നീർക്കാക്കകൾ മുട്ടയിട്ട് വിരിഞ്ഞ് ഒഴിഞ്ഞുപോകുമ്പോൾ മരം മുറിക്കാൻ തീരുമാനിച്ചിരുന്നു. പഞ്ചായത്തിലെ പ്രദേശവാസികളും സംഘടനകളും ആൽമരം മുറിക്കാൻ പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമന്റെ സാന്നിധ്യത്തിലാണ് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കേന്ദ്ര സർക്കാരിന്റെ വയനാട് വിരുദ്ധ നയത്തിനെതിരെ CPI പുന്നൂർക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്തെ പ്രകടനം നടത്തി. പുന്നൂക്കാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറ സെന്ററിൽ സമാപിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT പ്രവീൺ പ്രസാദ്, KS ഭാസ്കരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, CP ബൈജു എന്നിവർ നേതൃത്വം നൽകി. സൈനബ് ചാവക്കാടിന്റെ തീക്കോലങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരി മൈന ഉമൈബാൻ നിർവഹിച്ചു. മലപ്പുറം ശാന്തപുരം അൽജാമി അൽ ഇസ്ലാമിൽ നടന്ന ചടങ്ങിൽ നഹാസ് മാള പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷമീം ചൂനൂർ പുസ്തകത്തെ പരിചയപ്പെടുത്തി. തനിമ കലാസാഹിത്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആദം അയൂബ്, ജില്ലാ പ്രസിഡന്റ് മുംതാസ് അലി എന്നിവർ സംസാരിച്ചു. സ്വാലിഹ സ്വാഗതവും ഫാത്തിമ ഫിദ നന്ദിയും പറഞ്ഞു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കടപ്പുറം യൂണിറ്റ് 25ാം സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ശിവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CA ശൈലജ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KC ബൈമി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി EK നന്ദനൻ സംഘടനാ റിപ്പോർട്ടും, അമ്പിളി, ജിഷ, രേഖ എന്നിവർ വിവിധ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. സംഘടനയിൽ 40 വർഷത്തോളം പ്രവർത്തിച്ചു വരുന്ന 3 അംഗങ്ങളെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ ശിവൻ, സെക്രട്ടറി CA ശൈലജ, ട്രഷറർ KC ബൈമി എന്നിവരടങ്ങുന്ന 11-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഏരിയ പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ട്രഷറർ MS സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗം ഗീത സ്വാഗതവും ജെസ്സി നന്ദിയും പറഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ പാതയോരങ്ങളിൽ അനധികൃതമായി ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ സ്ഥാപിച്ചാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുമെന്നും പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PN പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി രാജശ്രീ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ ബീന വരവ് ചെലവ് കണക്കും, ഏരിയ സെക്രട്ടറി ശാന്തകുമാരി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി അന്നമ്മ, ട്രഷറർ പിയൂസ്, അജിത PP എന്നിവർ സംസാരിച്ചു. മുൻകാല പ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ, LC വിൻസെന്റ്, ഫിലോമിന തോമസ് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത പുഷ്പാർജനി, ബീന, ചിഞ്ചു എന്നിവരെ ഫലകം നൽകി അനുമോദിച്ചു. ഏരിയ സെക്രട്ടറി ശാന്തകുമാരി, MSc കെമിസ്ട്രിയിൽ 2ാം റാങ്ക് സ്വന്തമാക്കിയ അനു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോളുസ് കാർമൻ എന്ന പേരിൽ ഓൾ കേരള കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് പള്ളി അങ്കണത്തിൽ നടന്ന മത്സരത്തിൽ 10 ടീമുകൾ പങ്കെടുത്തു. പേരകം സെന്റ് മേരീസ് പള്ളി 1ാം സ്ഥാനവും, വേലുപ്പാടം സെന്റ് ജോസഫ് ചർച്ച് 2ാം സ്ഥാനവും, തൃശൂർ വോയിസ് ഓഫ് ഏഞ്ചൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന യോഗം തൃശൂർ അതിരൂപത ഗായക സംഘം ഡയറക്ടർ ഫാദർ ബിജു പാണങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷനായി. ഫാദർ സിബി ചെറുതോട്ടിൽ, KG ബേബി, ഷോബി ജോൺ എന്നിവർ മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു. ട്രസ്റ്റി ജോസ് മണ്ടുബാൽ, NJ ഡേമി എന്നിവർ സംസാരിച്ചു. ഷോൺ തോമസ്, റോബിൻ തോമസ്, ജുവൽ മരിയ, ഏഞ്ചൽ റോസ്, PJ നിമ്മി എന്നിവർ നേതൃത്വം നൽകി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ ദ്വിദിന ബാലവേദി പ്രവർത്തക പരിശീലന ക്യാമ്പിന് ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് പരിഷത്ത് സംസ്ഥാന ബാലവേദി കൺവീനർ ജോജു കൂട്ടുമൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ, സ്കൂൾ മാനേജറുടെ പ്രതിനിധി സുജിത്ത്, PTA പ്രസിഡന്റ് ദിനുദാസ് എന്നിവർ സംസാരിച്ചു. പരിഷത്ത് മേഖലാ ബാലവേദി കൺവീനർ KA രമേഷ് കുമാർ സ്വാഗതവും, കുന്നംകുളം മേഖലാ സെക്രട്ടറി TA പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസറായിരുന്ന സാഹിത്യകാരൻ ED ഡേവിസ് തിരക്കഥ രചന സംബന്ധിച്ച ക്ലാസ് നയിച്ചു. 100ഓളം പേർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച വൈകിട്ട് സമാപിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB കൂനുമുച്ചി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VG സുഷിൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MK മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായി. കോൺഗ്രസ് കണ്ടാനശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, നൌഷാദ് കണ്ടാനശ്ശേരി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷെൽബിൻ മറ്റം, ഹാറൂൺ, TP അനീഷ്, അരുൺകുമാർ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ജനീഷ് വയനാടൻ, അഖിൽ അറങ്ങാശ്ശേരി, ശ്രീകുമാർ മുല്ലശ്ശേരി, ജിയോ തെക്കത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരിയിൽ കിണറ്റിൽ നിന്ന് അത്യുഗ്ര വിഷമുള്ള 2 അണലികളെ അതിസാഹസികമായി പിടികൂടി. BSNL ഓഫീസിനു സമീപം ചീരൻ വീട്ടിൽ തോമസ് ചീരന്റെ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് ഉഗ്രവിഷമുള്ള പാമ്പുകളെ പിടികൂടിയത്. പ്രസവിക്കാറായ ഏകദേശം 4 വയസ്സോളം പ്രായമുള്ള പെൺ അണലിയെയും 3 വയസ്സോളം പ്രായമുള്ള ആൺ അണലിയെയുമാണ് പിടികൂടിയത്. പരിസ്ഥിതി പ്രവർത്തകൻ രാജൻ പെരുമ്പിലാവെത്തിയാണ് ചാലിശ്ശേരി പോലീസിന്റെ സാന്നിധ്യത്തിൽ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിൽ പാമ്പുകളെ പിടികൂടിയത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ S മഹേശ്വരി, പോലീസ് ഡ്രൈവറും സിവിൽ പോലീസ് ഓഫീസറുമായ സുരേഷ് പെരിങ്ങോട്, വാർഡ് മെമ്പർ ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. പിടികൂടിയ പാമ്പുകളെ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്ന അണലി വട്ടക്കൂറ, ചേനത്തണ്ടൻ, തേക്കിലപ്പള്ളി എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട്.
ഒളിഞ്ഞിരുന്ന് ഇരപിടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അണലി മറ്റു പാമ്പുകളെ പോലെ ആളനക്കം കേട്ടാലും ഓടിപ്പോകില്ലെന്നും 360 ഡിഗ്രിയിൽ തിരിഞ്ഞുകടിക്കാനുള്ള പ്രത്യേകതയാണ് ഈ സർപ്പവിഭാഗത്തെ കൂടുതൽ അപകടകാരികളാക്കുന്നതെന്നും പരിസ്ഥിതി പ്രവർത്തകൻ രാജൻ പെരുമ്പിലാവ് പറഞ്ഞു. കേരളത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളിൽ കൂടുതലും അണലിയുടെ കടിയേറ്റാണെന്നും രാജൻ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കടവല്ലൂർ കോത്തോളിക്കര ജുമാ മസ്ജിദിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് അണലിയെ പിടികൂടി. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നമസ്കാരത്തിനായി പള്ളിയിലെത്തിയ സമീപത്തെ താമസക്കാരനായ നവാസ് ഹുദവിയാണ് അണലിയെ കണ്ടത്. തുടർന്ന് പാമ്പ് സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ മലമ്പാമ്പിനെ പിടികൂടി. ചിറ്റഞ്ഞൂർ ചാട്ടുകുളം റോഡിലെ പപ്പട നിർമ്മാണ കമ്പനിക്ക് സമീപത്തെ തോട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വലയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പാമ്പ്. തുടർന്ന് നഗരസഭാ കൗൺസിലർമാരായ രേഖ സജീവ്, ബിനു പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്നേക് ക്യാച്ചർ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. SDPI തൃശൂർ ജില്ലാ പ്രതിനിധി സഭ ഗുരുവായൂർ ശിക്ഷ സദനിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. 1.5 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസറും രാഷ്ട്രീയ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉമറുൽ മുത്താറും അവതരിപ്പിച്ചു. തുടർന്ന് 2024-2027 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ PK ഉസ്മാൻ, PR സിയാദ്, PP റഫീഖ്, സംസ്ഥാന സെക്രട്ടറി മഞ്ജുഷ മാവലാടം എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളിയിൽ ക്രിസ്തുമസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരോൾ സമാപിച്ചു. തുടർച്ചയായി 4 ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ഇടവക വീടുകളിലെത്തിയ കരോൾ ശനിയാഴ്ച രാത്രി ഇടവക വികാരിയുടെ ഭവനത്തിൽ സമാപിച്ചു. ഡിസംബർ 24 ചൊവ്വാഴ്ച രാത്രി 7-ന് പള്ളിയിൽ ഇടവക കരോൾ നൈറ്റും സൺഡേ സ്കൂൾ വാർഷികവും നടക്കും. കരോൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ KC ജോൺ, കൊയർ ലീഡർ റോഷിദ് തമ്പി, സഭാപ്രതിനിധികളായ ബാബു ചീരൻ, A വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ചിറ്റിലങ്കാട് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവത ത്രയാഹവും 18-ാം പടി സമർപ്പണവും നടന്നു. ഡിസംബർ 12 മുതൽ 15 വരെയാണ് അയ്യപ്പ ഭാഗവത ത്രയാഹവും 18-ാം പടി സമർപ്പണവും നടന്നത്. 18-ാം പടിയുടെ പൂജ, തുടർന്ന് പ്രഭാഷണം, ഭജന, മംഗളാരതി എന്നിവ നടന്നു. ഞായറാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സമൂഹ സഹസ്ര നാമാർച്ചന, പാരായണം, തുടർന്ന് ശബരിമല ദർശന പുണ്യം നുകർന്ന് ഇരുമുടി കെട്ടുമേന്തി ഭക്തജനങ്ങൾ 18-ാം പടി കയറി തിരുസന്നിധാനത്തിലെത്തി നെയ്യഭിഷേകം നടത്തി. തുടർന്ന് അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം, ഉച്ചപൂജ, മംഗളാരതി, മഹാ അന്നദാനം ആചാര്യദക്ഷിണയോടുകൂടി സമാപിച്ചു. 7 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ഞായറാഴ്ച ഇരുമുടിക്കെട്ടും നിറച്ച് 18-ാം പടി കയറി അയ്യപ്പ ദർശനം ചെയ്ത് ഭക്തർ നെയ്യഭിഷേകം ചെയ്തു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കരിയനൂർ കുഞ്ഞിപ്പാപ്പ ജാറൻ ജുമാ മസ്ജിദിൽ സ്വാലത്ത് ഗുത്തുബിയത്ത് വാർഷികവും റിഫ റാത്തീബും നടന്നു. സയ്യിദ് ഷറഫുദ്ദീൻ സഅദി അൽ മുഗൈബിലി മുളവൂർ തങ്ങൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഹാഫിള് KA മുഹമ്മദ് ബഷീർ ഗിറാത്ത് നടത്തി. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് സുഹരി നന്മാറ ഗുത്തുബിയത്തിന് നേതൃത്വം നൽകി. സമൂഹ പ്രാർത്ഥനയും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായി. പൊതുസമ്മേളനം മുഹമ്മദ് ഷെരീഫ് സുഹരി നന്മാറ ഉദ്ഘാടനം ചെയ്തു. ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി അധ്യക്ഷനായി. ആദൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിള് ഇബ്രാഹിം ഫൈസി പുറത്തൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജുമാ സെക്രട്ടറി KV ഹൈദർ, സയ്യിദ് അബ്ദുൽ ജലീൽ ഹൈദരുസി, MKM തങ്ങൾ ആദൂർ, അബ്ദുൽ സലാം മുസ്ലിയാർ, മുഹമ്മദ് സയ്യിദി അസനി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിമല കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 59 കിലോഗ്രാം വിഭാഗത്തിൽ MR റനീസ ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. പഞ്ചാബിൽ നടക്കുന്ന ഓൾ ഇന്ത്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ആദൂർ MP റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മകളാണ്. തൃശൂർ വിമല കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. പരത്തങ്കോട് AKG നഗർ തർബിയത്തുൽ അത്ഫാൽ മദ്രസ മുഹിയുദ്ദീൻ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൈദരാബാദ് ജാമിയ നിസാമിയിൽ നിന്ന് നിസാമി ബിരുദം സ്വന്തമാക്കിയ മുഹമ്മദ് അനസ് നിസാമിയെ ആദരിച്ചു. പ്രസിഡന്റ് VS അബൂബക്കർ അധ്യക്ഷനായ ചടങ്ങ് സദർ മുവല്ലിം ഗാജ ഹുസൈൻ അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി MA മാമുട്ടി സ്നേഹോപഹാരം സമ്മാനിച്ചു. ജനറൽ സെക്രട്ടറി AV കബീർ, ട്രഷറർ PI സലീം, ജോയിന്റ് സെക്രട്ടറി PK ഷമീർ, കമ്മിറ്റി മെമ്പർമാരായ സുലൈമാൻ, അസീസ്, ജുനൈദ്, ഫാലിലി തുടങ്ങിയവർ പങ്കെടുത്തു.
SJM കുന്നംകുളം റേഞ്ച് മദ്രസ കലോത്സവം കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറംപള്ളി സിറാജുൽ ഹുദ മദ്രസ അങ്കണത്തിൽ ചേർന്നു. മകാം സിയാറത്തോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. ജാറം മസ്ജിദ് ഇമാം മുഹമ്മദ് ഷെരീഫ് സുഹരി നേതൃത്വം നൽകി. റേഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ സക്കാഫി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി അധ്യക്ഷനായി. മസ്ജിദ് അഷ്റഫി സംസാരിച്ചു. 20 ഇനങ്ങളിലായി 200 വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. 2 ദിവസങ്ങളായി പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ നടക്കുന്ന GIO സംസ്ഥാന മെമ്പേഴ്സ് മീറ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത ഫാമിലി കൗൺസിലറും മുതുവട്ടൂർ മസ്ജിദ് ഖത്തീബുമായ സുലൈമാൻ അസാരി, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഫീദ അഹമ്മദ്, സംസ്ഥാന സെക്രട്ടറി റുക്സാന എന്നിവർ ക്ലാസുകൾ നയിച്ചു. നാസിഹ, തക്സീൻ, സൈദ, ജുസൈന എന്നിവർ സംസാരിച്ചു. ഭർത്താവിന്റെ വിയോഗം കഴിഞ്ഞ് 10ാം നാൾ ഭാര്യയും നിര്യാതയായി. കുനുമുച്ചി തലക്കോട്ടൂർ വീട്ടിൽ അന്തോണിയുടെ ഭാര്യ 72 വയസ്സുള്ള റോസലിയാണ് വിമുക്തഭടനായിരുന്ന ഭർത്താവ് അന്തോണി വിട പറഞ്ഞ് 10ാം നാൾ മരണത്തിന് കീഴടങ്ങിയത്. സംസ്കാരം കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. നിതിൻ രാജ്, നമിത എന്നിവർ മക്കളാണ്. കുനുമുച്ചി പന്നിശ്ശേരി പന്തായി വട്ടവളപ്പിൽ പരേതനായ ബാലൻ ഭാര്യ ലീല നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. അജിതൻ, അനിത എന്നിവർ മക്കളാണ്. കരിക്കാട് സിയോൺ ബ്രദറൻ സഭാംഗമായ മരോട്ടിച്ചാൽ ചിറ്റലപ്പള്ളി പരേതനായ ഇട്ടൂബ് മകൻ ഷാമു നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നാഗൽ ബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടന്നു. മോളിയാണ് ഭാര്യ. ജിനി പ്രിൻസ്, പരേതനായ ജിജുമോൻ എന്നിവർ മക്കളാണ്. പെങ്ങാമുക്ക ചീരൻ മാത്തുണ്ണി മകൻ ജോർജ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം പെങ്ങാമുക്ക യാക്കോബായ പഴയ പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതയായ മേഴ്സി ഭാര്യയും നിഷ, ഷനോജ്, ഷാനി എന്നിവർ മക്കളുമാണ്. തളി വിരുട്ടാണം പാനീശ്വരത്ത് മാരാത്ത് സദനം പത്മാവതി അമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതനായ പരമേശ്വരൻ നായരാണ് ഭർത്താവ്. കൃഷ്ണകുമാരി, ശിവകുമാർ, രാധാമണി, ഗിരി, പ്രസന്നൻ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് മോളുംകുന്ന് പുതുവീട്ടിൽ ഹംസ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം പരുവക്കുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ അലീമയാണ് ഭാര്യ. അലി, ഇസ്മായിൽ, അബു എന്നിവർ മക്കളാണ്. പുന്നിയൂർ തെക്കിനിയടുത്ത് പടി പന്തായിൽ ബാലൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സുനന്ദ ഭാര്യയും സുബിത, സുമിഷ, അഗിഷ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ചതും സാധാരണക്കാരന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാഴ്ചപ്പാട് നൽകിയതും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പൂത്തലത്ത് ദിനേശൻ. CPM ചാവക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. കുന്നംകുളം ഏരിയ സമ്മേളനം തിങ്കളാഴ്ച കേച്ചേരിയിൽ തുടങ്ങും. സഭാ തർക്കം നിലനിൽക്കുന്ന ചാലുശ്ശേരിയിൽ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ യാക്കോബായ വിശ്വാസികൾക്ക് അവസരം നിഷേധിച്ചുവെന്ന് പരാതി. പള്ളിയുടെ പ്രധാന ഗേറ്റ് പൂട്ടിയിട്ടുവെന്ന് യാക്കോബായ വിഭാഗം. മാതൃദേവാലയത്തിന് മുൻപിൽ വിശ്വാസികളുടെ പ്രതിഷേധം. പുന്നിയൂർക്കുളം മുപ്പുങ്ങലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 3 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് പെരുമ്പടപ്പ് സ്വദേശി മരക്കാരകത്ത് 42 വയസ്സുള്ള മുഹമ്മദ് റാഫി. ക്രൈസ്തവ പാരമ്പര്യമുള്ള കുന്നംകുളത്ത് ബൈബിൾ നാടകത്തിന് അരങ്ങൊരുങ്ങുന്നു. ബൈബിളിലെ മോശയുടെ കഥ പറയുന്ന മോസസ് എന്ന നാടകത്തിന് ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങൊരുങ്ങുക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.